കണ്ണന്റെ നെറ്റിയിൽ ചേർത്ത് വെച്ച കൈകളിൽ തീപ്പൊള്ളലേറ്റതുപോലെ സീത കൈകൾ പിൻവലിച്ചു കൊണ്ടവനെ ആകെയൊന്നു നോക്കി. തലയടക്കം പുതപ്പിനുള്ളിൽ പൊതിഞ്ഞിട്ട് പനിച്ചൂടിൽ തുള്ളി വിറച്ച് കിടപ്പുണ്ട്. ഇന്നേരം വരെയും ഇതിനകത്ത് നിന്നും പുറത്തിറങ്ങി കാണില്ല. ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ സീത പകച്ചു നിന്നു. ഈ വീട്ടിൽ കണ്ണനോട് സ്നേഹമുള്ള ഏക വ്യക്തി മുത്തശ്ശിയാണ്. അവർക്കിപ്പോൾ ഈ കണ്ണന് വേണ്ടിയൊന്നും ചെയ്യാനാവില്ല. ഇത്രത്തോളം ഇല്ലെങ്കിലും ഇതുപോലൊരവസ്ഥയിലാണ് അവരും. തണുപ്പുകൊണ്ട് ചുരുണ്ടുകൂടുന്ന കണ്ണനിൽ വീണ്ടും സീതയുടെ മിഴികൾ ഉടക്കി. ഈ കിണ്ണനെയൊക്കെ പിടിച്ച് ആരാണാവോ ഡോക്ടറാക്കിയത്? പനി വന്ന മൂടി പുതച്ച് കിടക്കാൻ പാടില്ലെന്നു കൂടി അറിയാത്ത പരട്ട ഡോക്ടർ. സീതയവൻ പുതച്ചിരുന്ന പുതപ്പ് വലിച്ചു മാറ്റി. ഒന്ന് ഞെരങ്ങിയതല്ലാതെ കണ്ണൻ അപ്പോഴും കണ്ണു തുറന്നില്ല. സീതയുടെ കണ്ണുകൾ ചുവരിലെ ക്ലോക്കിലേക്ക് നീണ്ടു. സമയം 2 മണിയോടടുക്കുന്നു. ഇത്രയും നേരം ഇവൻ ഇതിനുള്ളിൽ വിറച്ചു കിടന്നിട്ടും കണ്ണൻ എവിടെയെന്നും അവന് വല്ലതും കഴിക്കാനോ കുടിക്കാനോ വേണമോ എന്നും ആരും അന്വേഷിച്ചു നോക്കിയിട്ടില്ല എന്ന തിരിച്ചറിവ് അവളെ ഒരുപാട് വേദനിപ്പിച്ചു. അവൻ്റെ മുറിയിലെ ജനാലകൾ പോലും അടഞ്ഞു കിടക്കുന്നു. അവന് ആരുമില്ല മോളെ, എൻ്റെ കണ്ണൻ ഒറ്റയ്ക്കാണ്. മുത്തശ്ശിയുടെ വാക്കുകൾ സീതയുടെ കാതിൽ മുഴങ്ങി. അന്ന് അവർ പറഞ്ഞ ഒറ്റപ്പെടലിൻ്റെ ശരിക്കുമുള്ള അർത്ഥം അവൾക്ക് ഇന്നറിയാനാവുന്നുണ്ട്. ചുറ്റും ഒരുപാട് പേരുണ്ടാകും, പക്ഷേ നമ്മളുടേതെന്ന് പൂർണ്ണമായും അവകാശപ്പെടാൻ കഴിയാവുന്ന ഒരാളിൻ്റെ കുറവാണ് ഒറ്റപ്പെടൽ. കൂടെ ഉണ്ടായിരുന്നുവെങ്കിലെന്ന് കൊതിക്കുന്ന നേരത്ത് ഓടി വരാൻ ആളില്ലാത്ത ശൂന്യതയെ കൂടിയാണ് ഒറ്റയ്ക്കാവുക എന്നാൽ അർത്ഥമാക്കുന്നത്. അവനെ നോക്കുമ്പോഴെല്ലാം സീതയുടെ ഹൃദയം വേദനിച്ചു. അതവനെ ഓർത്താണ്, അവൻ്റെ അവസ്ഥയെ ഓർത്താണ്. അടുക്കളയിൽ പോയി ചായ ഉണ്ടാക്കിയതും അവന് വേണ്ടിയാണ്. ടിന്നിൽ അടച്ചു വെച്ചിരുന്ന ബ്രെഡിൻ്റെ പാക്കറ്റും എടുത്തു പോകുമ്പോൾ പുറകെ നീളുന്ന കണ്ണുകൾക്ക് ദേഷ്യത്തോടെ തന്നെ ഒരു തുറിച്ചുനോട്ടം പകരം കൊടുത്തത് കണ്ണന് വേണ്ടിയായിരുന്നു. അവനെ പരിഗണിച്ചില്ലല്ലോ എന്നുള്ള മനസ്സിൻ്റെ പ്രതിഷേധമായിരുന്നു. വീണ്ടും അവൻ്റെ മുറിയിലെത്തി. കയ്യിലുള്ളത് മേശപ്പുറത്ത് വെച്ചിട്ട് അവൻ്റെ അരികിൽ പോയിരുന്നു. കിണ്ണനെന്ന് കളിയാക്കി പറയുമെങ്കിലും എന്താണ് അവനെ വിളിക്കേണ്ടതെന്നറിയാതെ ഒരു നിമിഷം പതറി. ഏയ്! അവൾ പതിയെ അവൻ്റെ തോളിൽ പിടിച്ച് കുലുക്കി നോക്കി. അവനരികിൽ ഇരുന്നിട്ട് കൂടി തന്നിലേക്ക് നീളുന്ന ചൂട് അവളുടെ വിളിയുടെ വേഗത കൂട്ടി. കണ്ണൊന്ന് തുറക്കുക കൂടി ചെയ്യാതെ അവൻ അവളുടെ വിളികൾക്ക് മൂളുന്നുണ്ട്. കണ്ണേട്ടാ, എണീറ്റേ! മരുന്ന് കഴിച്ചാലല്ലേ പനി വിട്ടുപോകൂ. വീണ്ടും സീതയവനെ ശക്തിയായി കുലുക്കി വിളിച്ചു. കണ്ണൻ ആയാസത്തോടെ തന്നെ കണ്ണുകൾ വലിച്ചു തുറന്നു. എന്നിട്ട് അവളെ പകച്ചു നോക്കി. അവൻ്റെ കണ്ണുകൾ ചെമ്പരത്തിപ്പൂ പോലെ ചുവന്നു പോയിരുന്നു. കണ്ണുകൾ മാത്രമല്ല, ആ ചുണ്ടുകളും കവിളും ചെഞ്ചായം പൂശിയതുപോലെ ചുവന്ന് വിങ്ങിക്കിടപ്പുണ്ട്. എഴുന്നേറ്റ്, ഇത്തിരി ചായ കുടിച്ചിട്ട് മരുന്ന് കഴിക്കാം. അവൻ്റെ നോട്ടം കണ്ടിട്ട് സീത വീണ്ടും പറഞ്ഞു. കണ്ണൻ അപ്പോഴും സ്ഥലകാലബോധം വരാത്തതുപോലെ അതേ കിടപ്പാണ്. നിങ്ങൾക്ക് ആരാണ് ഡോക്ടറേറ്റ് തന്നത്? പനി വന്നാൽ വല്ലതും കഴിച്ചിട്ട് മരുന്ന് കഴിക്കാനുള്ളതിന് ഇവിടെ ഒരുത്തൻ തലയടക്കം കവർ ചെയ്ത് കിടക്കുന്നു. പനി ഇറങ്ങി പോവാൻ കരുതിയാൽ തന്നെ വിടില്ലെന്ന് വാശിയുള്ളതുപോലെ. സത്യത്തിൽ നിങ്ങൾ ഡോക്ടർ തന്നെയാണോ കിണ്ണ? സീതയുടെ ദേഷ്യം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി കണ്ണൻ മലർന്നു കിടന്നു. ഇനിയും എന്തോ കാണാൻ കിടക്കുക? എഴുന്നേറ്റിരിക്കുക അങ്ങോട്ട്. ദേ, ഞാൻ ചായയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കുടിച്ചിട്ട് മരുന്ന് കഴിച്ച് കിടന്നു. വീണ്ടും സീതയുടെ കടുപ്പമേറിയ വാക്കുകൾ. എനിക്കൊറ്റയ്ക്ക് എഴുന്നേക്കാൻ വയ്യടി ദുർഗാലക്ഷ്മി. തളർന്നു തൂങ്ങിയ അവൻ്റെ സ്വരം. സീതയുടെ ഉള്ളിലെ മുറിവിൽ നിന്നും ചോര കിനിഞ്ഞു. പിടിക്കാനല്ലേ ഞാൻ വടി പോലെ ഇവിടെ നിൽക്കുന്നത്? സീത ഉള്ളിലെ നീറ്റൽ പുറമേ കാണിക്കാതെ അവനെ നോക്കി കണ്ണുരുട്ടി. കണ്ണൻ്റെ വരണ്ട ചുണ്ടിൽ ഒരു ചിരിയുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ. നിനക്ക് പറ്റുവോടി? ആ അവസ്ഥയിലും കണ്ണൻ്റെ വാക്കുകൾക്ക് കുറുമ്പുണ്ട്. സീതാലക്ഷ്മി സ്ട്രോങ് ആണ് മാൻ. അവൾ എഴുന്നേറ്റ് നിന്നിട്ട് കൈപൊക്കി കാണിച്ചു. കണ്ണൻ വീണ്ടും ചിരിച്ചു. നല്ല പനിയുണ്ട്. ഇനിയും മരുന്ന് കഴിച്ചില്ലേ പണി കിട്ടും കിണ്ണന്. വാ, എണീക്ക്. സീത കുനിഞ്ഞു നിന്നിട്ട് കണ്ണന് നേരെ കൈ നീട്ടി. വളരെ ആയാസപ്പെട്ടാണ് അവൻ ആ കൈകൾ പിടിച്ചെഴുന്നേറ്റത്. വല്ലാതെ തളർന്നു പോയതുകൊണ്ട് സീത അവനെ ചുവരിൽ ചാരിയിരുത്തി മടിയിൽ ഒരു തലാണെ വെച്ച് കൊടുത്തു. അവൾ എഴുന്നേറ്റ് പോയി മേശയിൽ വെച്ചിരുന്ന ബ്രെഡ് പാക്കറ്റ് പൊട്ടിച്ച് അതിൽ നിന്നും 3-4 കഷ്ണവും ഒരു ഗ്ലാസ്സിൽ ചായയും എടുത്ത് കിണ്ണനരികിലിരുന്നു. കഴിച്ചോ? ചിരിച്ചുകൊണ്ടവനെ നോക്കി. അവൻ്റെ കൈകൾ വിറച്ചിട്ട് ചായ തൂവിപ്പോകുന്നുണ്ട്. ബ്രെഡ് കഷ്ണമാക്കി അതിൽ മുക്കിയെടുക്കാൻ കണ്ണൻ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ സീത കുറച്ചുകൂടി അവനരികിലേക്ക് നീങ്ങിയിരുന്നു. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ്സിൽ മുക്കി അവന് നേരെ ബ്രെഡ് നീട്ടുന്ന അവളെ കണ്ണൻ നോക്കിയിരുന്നു. കഴിച്ചോ?
ഇയാൾക്കൊട്ടും വയ്യ. വല്ലാത്തൊരു സങ്കടം അവളുടെ വാക്കുകൾ മുഴച്ചു നിന്നിരുന്നു. കണ്ണൻ വാ തുറന്നു. കലങ്ങിച്ചുവന്ന അവൻ്റെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. ഒരു കരച്ചിൽ അവൻ തൊണ്ടയിൽ തന്നെ ഇട്ട് അമർത്തി. എന്തേ, വേദനിക്കുന്നുണ്ടോ? എത്ര ഒതുക്കിയിട്ടും കവളിലേക്ക് ഒലിച്ചിറങ്ങിയ കണ്ണുനീര് കണ്ടപ്പോൾ സീത ഒരു നിമിഷം പകച്ചുപോയി. തലവേദനിക്കുന്നുണ്ടോ? ഒന്നും മിണ്ടാതെയിരിക്കുന്ന അവനോട് സീത വീണ്ടും ചോദിച്ചു. അവൻ ഇല്ലെന്ന് തലയാട്ടി കാണിച്ചു. പിന്നെന്താ, എന്തിനാ കിണ്ണം കരയുന്നേ? സീതയുടെ മുഖത്തും അസഹ്യത നിറഞ്ഞു നിന്നിരുന്നു അത് ചോദിക്കുമ്പോൾ. എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വന്നു. വരുത്തിക്കൂട്ടിയ ചിരിയോടെ കണ്ണൻ പറഞ്ഞു. സീതയുടെ ഉള്ളിലെ മുറിവ് വീണ്ടും വേദനിപ്പിച്ചു. അമ്മയും അച്ഛനെയും ഒക്കെ പിന്നെ ഓർക്കാം, ഇപ്പോൾ ഇതങ്ങോട്ട് കഴിക്കാദ്യം. യാതൊരു കാര്യവുമില്ലാഞ്ഞിട്ടും ഉള്ളിലെ വേദനകൾക്ക് സീത ദേഷ്യത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞു കൊടുത്തു. ആശ്വാസവാക്ക് ഏത് പറഞ്ഞാലും അവനുള്ളിലെ വേദനയുടെ ആഴം കൂട്ടാനേ ഈ അവസ്ഥയിൽ അതുപകരിക്കൂ എന്നുള്ളത് അവൾക്ക് തോന്നി. അപ്പോൾ പിന്നെ ഇതാണ് നല്ലത്. കയ്യിലുള്ളത് മുഴുവനും ചെറിയ കഷ്ണങ്ങളാക്കി അവന് നേരെ നീട്ടുമ്പോൾ സീത മനഃപൂർവ്വം അവൻ്റെ കലങ്ങിയ കണ്ണുകളിലേക്ക് നോക്കിയില്ല. കണ്ണൻ അവളിൽ നിന്ന് നോട്ടം മാറ്റിയതുമില്ല. ഒട്ടും വേണ്ടാഞ്ഞിട്ട് കൂടിയും ആ 4 കഷ്ണവും കണ്ണൻ കഴിച്ചു. ഗുളിക വല്ലതും ഇരിപ്പുണ്ടോ ഡോക്ടറുടെ കയ്യിൽ? ചോദ്യത്തിനൊക്കെ വല്ലാത്ത ഗൗരവമുള്ളതുപോലെ തോന്നി. ഇല്ലെങ്കിൽ മുത്തശ്ശിയുടെ മുറിയിലുണ്ട്, ഞാൻ എടുത്തിട്ട് വരാം. അവൻ്റെ കയ്യിൽ നിന്നും ചായ ഗ്ലാസും വാങ്ങി അവൾ എഴുന്നേറ്റു. ആ ഷെൽഫിലുണ്ട്, കണ്ണൻ പറഞ്ഞു. സീത ഗ്ലാസ് മേശയിൽ വെച്ചിട്ട് അവൻ പറഞ്ഞ ഷെൽഫിന് നേരെ ചെന്നു. കീ അതിൽ തന്നെ ഉള്ളതുകൊണ്ട് അവളത് തുറന്നു. വൃത്തിയാക്കി അടുക്കി വെച്ചിട്ടുണ്ട് അതിനകം മുഴുവനും. ഡോക്ടർ അല്പം വൃത്തിയുള്ള കൂട്ടത്തിലാണ്, സീത മനസ്സിൽ പറഞ്ഞു. അതിനകത്ത് നിന്നും വരുന്ന ഗന്ധം അവളെ തഴുകി തലോടി നിന്നു. കണ്ണൻ്റെ അരികിൽ നിൽക്കുന്നത് പോലെ. അവിടെ ഒരു ചെറിയ ബോക്സ് ഉണ്ട്, അതിനകത്ത് കാണും. പിന്നിൽ നിന്നും കണ്ണൻ്റെ സ്വരം. സീത ഞെട്ടിപ്പോയി. പരവേശത്തോടെ അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ണൻ അവളെ തന്നെ നോക്കിയിരിക്കുന്നു. അതേ സ്പീഡിൽ അവൾ നോട്ടം മാറ്റി. അവൻ പറഞ്ഞു കൊടുത്ത ബോക്സിൽ നിന്നും ഗുളികയെടുത്തിട്ട് മേശയിലുണ്ടായിരുന്ന ജഗ്ഗിൽ നിന്നും വെള്ളവുമായി വീണ്ടും അവനരികിലേക്ക് ചെന്നു. കയ്യിലുള്ള ഗുളിക അവന് നേരെ നീട്ടി. അവളെ നോക്കിക്കൊണ്ടാണ് അവൻ അതെടുത്തതും കഴിച്ചതും. ഇനി ഇത്തിരി നേരം വേണമെങ്കിൽ കിടന്നു, അപ്പോഴേക്കും പനിയൊന്നു കുറയും. എന്നിട്ടൊന്ന് മേല് കഴുകി ഡ്രസ്സ് മാറിയാൽ ഇയാൾ ഓക്കെ ആയിക്കോളും, സീത അവനെ നോക്കി പറഞ്ഞു. മുത്തശ്ശി ഓക്കെ ആയില്ലേ? കണ്ണൻ്റെ സ്വരത്തിൽ വേവലാതിയുണ്ടായിരുന്നു അത് ചോദിക്കുമ്പോൾ. സീത ചിരിച്ചുകൊണ്ട് തലയാട്ടി. തലയണ അവൾ കണ്ണൻ്റെ മടിയിൽ നിന്നും എടുത്തു മാറ്റി. പിടിക്കണോ? കിടക്കാൻ ശ്രമിക്കുന്ന അവനെ നോക്കി അവൾ ചോദിച്ചു. അവനൊന്ന് ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. തണുക്കുന്നു. കണ്ണൻ വീണ്ടും ചുരുണ്ടുകൂടി. പുതപ്പ് വേണ്ട, പനി കുറയില്ല, ഫാൻ ഓഫ് ചെയ്യാം. സീത എഴുന്നേറ്റ് പോയി ഫാൻ ഓഫ് ചെയ്തു. തലവേദനയുണ്ടോ? നെറ്റിയിൽ കൈയമർത്തിയ കണ്ണനെ നോക്കി സീത ചോദിച്ചു. അവൻ പതിയെ മൂളി. വിക്സ് ഇരിപ്പുണ്ടോ ഇവിടെ? സീത ചോദിച്ചു. ഇല്ലെന്ന് കണ്ണൻ തലയാട്ടി. എൻ്റെ ബാഗിലിരിപ്പുണ്ട്, പോയി എടുത്തിട്ട് വരാം. സീത ധൃതിയിൽ എഴുന്നേറ്റു. കണ്ണൻ്റെ കൈകൾ അവളുടെ കൈകളിൽ അമർന്നു. വിക്സ് എനിക്ക് അലർജിയാണ്, കണ്ണൻ അവളുടെ നോട്ടം കണ്ടപ്പോൾ പറഞ്ഞു. ഇനിയെന്ത് ചെയ്യും? അവൻ്റെ വേദന അവനേക്കാൾ അവൾക്ക് അനുഭവപ്പെടുന്നതത്രയും ഭാരമുണ്ടായിരുന്നു ആ വാക്കുകൾക്ക്. കുറച്ചു നേരം എൻ്റെ അടുത്ത് ഇരിക്കാവോ? ഞാൻ ഉറങ്ങും വരെ, അപേക്ഷിക്കുന്നത് പോലെ കണ്ണൻ അവളോട് പറഞ്ഞു. വീണ്ടും അവളുടെ ഹൃദയം വിങ്ങി. ഉള്ളിലെ മുറിവ് വേദന നൽകി. അറിയാതെ തന്നെ സീത അവനരികിലിരുന്നു. കണ്ണൻ്റെ മുഖത്ത് 1000 നക്ഷത്രങ്ങൾ ഒരുമിച്ച് പൂത്തു. വരണ്ട ചുണ്ടുകളിൽ വീണ്ടും ചിരി തെളിഞ്ഞു. കിണ്ണൻ ഉറങ്ങിക്കോ, ഞാനുണ്ടാകും ഇവിടെ. ഓരോന്ന് പറഞ്ഞതും ചെയ്യുന്നതുമെല്ലാം ഹൃദയമാണെന്ന് തോന്നി സീതയ്ക്ക്. പറയിപ്പിക്കുകയാണ്, ചെയ്യിപ്പിക്കുകയാണ്. ഇടയ്ക്കിടെ അതിനൊന്നും അവൻ ആരുമില്ലെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കണ്ണൻ കൈകൾ കവളിനടിയിൽ വെച്ച് അവളെ തന്നെ നോക്കിക്കിടന്നു. സീതയ്ക്ക് ആ കിടപ്പ് കണ്ടപ്പോൾ അവനോട് വാത്സല്യമാണ് തോന്നിയത്. പനിയുടെ കുളിരിൽ അമ്മയുടെ ചൂടിൽ ഒതുങ്ങാൻ കൊതിക്കുന്ന ഒരു കുഞ്ഞു പയ്യൻ. എനിക്ക് അമ്മയെ മിസ് ചെയ്യുന്നു സീതാലക്ഷ്മി. വീണ്ടും അവൻ്റെ വിങ്ങുന്ന സ്വരം. കണ്ണ് നിറയുന്നുണ്ട്. സാരല്ല, ഉറങ്ങിക്കോട്ടാ, മാറിക്കോളും. അറിയാതെ തന്നെ സീതയുടെ സ്വരം ആർദ്രമായി. കണ്ണൻ അവളുടെ കൈയെടുത്ത് കവളിൽ ചേർത്ത് വെച്ചു. ഒരക്ഷരം പോലും എതിർത്ത് പറയാതെ അവൾ ഒന്നുകൂടി അവനരികിലേക്ക് നീങ്ങിയിരുന്നു.